വിജയ് അഭിനയിച്ച തെറി എന്ന സിനിമയുടെ റീമേക്കായ ബേബി ജോൺ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായി. ഇന്നലെയായിരുന്നു റിലീസായത്. ഓൾറെഡി സിനിമയുടെ പാട്ടുകളും അതുപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇറങ്ങി അത്യാവശ്യത്തിന് ഹൈപ്പിൽ ഉണ്ടായിരുന്ന സിനിമ തന്നെയായിരുന്നു ഇത്. ഈ ഒരു സിനിമയിൽ സാമന്തയുടെ വേഷം ചെയ്യുന്നത് കീർത്തി സുരേഷാണ്. അതുപോലെ വിജയുടെ വേഷം ചെയ്യുന്നത് വരുൺ ധവാനാണ്. എമി ജാക്സന്റെ റോള് ചെയ്യുന്നത് വാമികയാണ്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ തെറി എന്ന സിനിമയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സിനിമയായിരിക്കും ബേബി ജോൺ എന്നാണ്. കാരണം ഇതിലെ വരുൺ ധവാന്റെ എനർജി ലെവല് വിജയേക്കാൾ കുറച്ച് മുന്നിൽ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അതുപോലെ മൊത്തത്തിൽ കഥയിലും ചേഞ്ച് ഉണ്ടെന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. വില്ലൻ കഥാപാത്രമായി വരുന്നത് ജാക്കി ഷറോഫാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഗംഭീര റോള് പോലെയാണ് തോന്നുന്നത്, ഒരു ഭീകര ലുക്കിലൊക്കെ ആയിട്ട്. ഓൾറെഡി തെറി സിനിമയിൽ വേറൊരു സ്റ്റൈലായിട്ടാണ് വില്ലൻ കഥാപാത്രം കാര്യങ്ങൾ നീക്കിയിരുന്നത്. വയസ്സായ കഥാപാത്രം തന്നെയായിരുന്നു അതിലും. എങ്കിലും ഇതിൽ കുറച്ചും കൂടി വയലന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി മാത്രമല്ലാണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വില്ലനായ പോലെയാണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ആ ഒരു സ്ഥലം കാണിക്കുന്നത് നമ്മുടെ ചെറുത്തൈ സിനിമയിലുള്ള ആ ഒരു സ്ഥലം പോലെയൊക്കെയാണ്. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആളുകളുള്ള, അല്ലാതെ ഒരു സാധാരണ സിറ്റിയിൽ പോയിട്ടല്ല വരുൺ ധവാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയല്ല ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. ഇത്തിരി ഭീകരമായിട്ടുള്ള സ്ഥലത്താണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അതുപോലെ ജാക്കി ഷറോഫ് കുറച്ചും കൂടി വയലന്റ് ആയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതും. അത് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയലന്റ് ആയിട്ടാണ് ആള് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വരുൺ ധവാൻ സൂപ്പർ താര പദവിയിലേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അനിമൽ സിനിമ ഇറങ്ങിയതിന് ശേഷം, അത് നല്ല രീതിയിൽ ഹിറ്റായതിന് ശേഷം രൺബീർ കപൂർ സൂപ്പർ താര പദവിയിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ വരുൺ ധവാനും ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങും. ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ സിനിമയിൽ സൽമാൻ ഖാന്റെ ക്യാമിയോയും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ ഒരു കണ്ണിന്റെ ഭാഗം, കണ്ണ് മാത്രം കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ സൽമാൻ ഖാൻ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. സൽമാൻ ഖാനും കൂടി ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആളുകൾ സ്വീകരിക്കുന്നുള്ളൊരു ഡൗട്ടും വേണ്ട. പിന്നെ ഇവിടെ ഒരു പ്രശ്നം പറയാനുള്ളത്, മലയാളം കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോഴും ഇവർ ശരിയാക്കിയിട്ടില്ല. എന്തൊക്കെയോ പാടി ഒരുമാതിരി മലയാളത്തിനെ കളിയാക്കുന്നത് പോലെയാണ് ഇവർ പെരുമാറുന്നത്. പക്ഷേ മൊത്തത്തിൽ കാണുമ്പോൾ പടം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്